കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി മാംഗോ ഐസ്ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് നാര് ഒട്ടും ഇല്ലാത്ത സൈസ് മാങ്ങ നോക്കിയെടുക്കാം. ഒരുവിധം നല്ലോണം പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്. നമുക്കിതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ കട്ട് ചെയ്ത് തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് ഒരു മെഷറിംഗ് കപ്പിലേക്ക് അളന്നെടുത്തിട്ടുണ്ട്. ഇത് 120 ml കപ്പാണ്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങ കട്ട് ചെയ്തെടുത്ത അതേ അളവിൽ തന്നെ വിപ്പിംഗ് ക്രീം എടുത്ത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല ഒരു തിക്ക് ഫോമിലേക്ക് ആക്കിയെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ആവണ്ട, അതിലൊരു കുറച്ചും കൂടി സോഫ്റ്റായ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ക്രീം നമ്മളിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോമിലേക്ക് നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മാങ്ങയുടെ പൾപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂന്നും കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഫ്രീസറിലേക്ക് വെക്കാനായിട്ട് ഏത് ബൗളാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമുക്കിത് പകർത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഓവർനൈറ്റ് ഫ്രീസറിൽ സൂക്ഷിച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഐസ്ക്രീമായിട്ട് നാളെ എടുക്കാം. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഐസ്ക്രീം എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെയൊക്കെ അതേ സ്ട്രക്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം നമ്മളിവിടെ സ്കൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ശരിക്കും നമ്മൾ നല്ല മാങ്ങയുടെ പഴം കഴിക്കുന്ന പോലെ തന്നെയുള്ള നല്ല ഫീലുണ്ട് നമുക്ക്. നമ്മളിതിനകത്ത് നല്ല ഫ്രഷ് മാംഗോ ആണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം.